കഴിഞ്ഞ 22 വർഷത്തിനിടെ ജോൺ സീന ഒരിക്കലും ചെയ്യാത്ത കാര്യമാണ് ഇന്നലെ എലിമിനേഷൻ ചേംബറിൽ ചെയ്തത്. അതായത് ജോൺ സീന ഹീൽ ടേൺ ചെയ്ത് ഒരു വില്ലനായി മാറിക്കൊണ്ട് WWE ചാമ്പ്യൻ കോഡി റോഡ്സിനെ അറ്റാക്ക് ചെയ്ത് റോക്കിന്റെ കൂടെ ടീമാവുന്നതായിട്ടാണ് ഇന്നലെ എലിമിനേഷൻ ചേംബറിൽ നമ്മൾ കണ്ടത്. അപ്പോൾ ഇത് ഒരിക്കലും സംഭവിക്കും എന്ന് വിചാരിച്ച കാര്യമല്ല, വളരെയധികം അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് സംഭവിച്ച ഒരു കാര്യമായിരുന്നു ഇത്. അതായത് ജോൺ സീനയുടെ ഹീൽ ടേൺ. അപ്പോൾ സീന ഇങ്ങനെ ഹീൽ ടേൺ ചെയ്തതിന് ശേഷം ഈ അടുത്തൊന്നുമില്ലാത്ത ഒരു ട്രെൻഡാണ് സോഷ്യൽ മീഡിയയിൽ ഉണ്ടാക്കിയിട്ടുള്ളത്. അതുമാത്രമല്ല ഫാൻസ് ഇനി വളരെയധികം ഷോക്കിംഗ് ആയിട്ടുള്ള ഒരു മൊമെന്റ് കൂടിയാണ് ഇത്. അതായത് സീനയെ ഇതുവരെ ആളുകൾ ഒരു ഫേസ് ആയിട്ട്, അതായത് നല്ലൊരു റെസ്ലറായിട്ട് കണ്ടുകൊണ്ടിരുന്നതാണ്. അതിനിടയ്ക്ക് സീന ഇത്തരത്തിൽ ഹീൽ ടേൺ ചെയ്തത്, അതായത് കരിയറിന് ഇനി 1 വർഷം മാത്രം ബാക്കി നിൽക്കെ അതിൻ്റെ ഇടയ്ക്ക് ഹീൽ ടേൺ ചെയ്തത് വളരെയധികം ഷോക്കിംഗ് ആയിട്ടുള്ള ഒരു മൊമെന്റ് ആയിരുന്നു. അപ്പോൾ ജോൺ സീനയുടെ ഹീൽ ടേണിനെ പറ്റിയാണ് കൂടുതലായിട്ടും ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത്. അതുപോലെ ഇനി അങ്ങോട്ട് പ്ലാനൊക്കെ എങ്ങനെയാണ് മുന്നോട്ട് പോകാൻ ചാൻസ് ഉള്ളത്, റോക്ക് ജോൺ സീനയോട് കാണിച്ച 2 എന്ന നമ്പർ എന്താണ് ഉദ്ദേശിക്കുന്നത്, അപ്പോൾ അതെല്ലാം ഈ വീഡിയോയിൽ പറയാം. അപ്പോൾ ഇതെല്ലാം നോക്കുന്നതിനേക്കാൾ മുൻപായിട്ട്, അതായത് നമ്മൾക്കറിയാം സ്മാക്ക് ഡൗൺ എപ്പിസോഡ് ഇപ്പോൾ 3 മണിക്കൂറായിട്ടാണ് US നെറ്റ്വർക്ക് ടെലികാസ്റ്റ് ചെയ്യുന്നത്. അതായത് WWE ഈ ഒരു ഷോയുടെ ടൈമെല്ലാം മാറ്റി 3 മണിക്കൂർ ഷോ ആയിട്ടാണ് ഇപ്പോൾ ടെലികാസ്റ്റ് ചെയ്യുന്നത്. മുൻപ് 2 മണിക്കൂറുള്ള സമയത്ത് അടിപൊളി സ്മാക്ക് ഡൗൺ എപ്പിസോഡെല്ലാം നമ്മൾ കണ്ടിട്ടുണ്ട്. എന്നാൽ ഇപ്പോൾ ചില സ്മാക്ക് ഡൗൺ എപ്പിസോഡ് അത്യാവശ്യം വലിച്ചിൽ വരുന്നത് പോലെയും 3 മണിക്കൂർ സെറ്റ് ആവാൻ വേണ്ടിയിട്ട് എക്സ്ട്രാ മാച്ച് എല്ലാം ആഡ് ചെയ്യുന്നത് പോലെയും നമ്മൾക്ക് ഫീൽ ആവുന്നുണ്ട്. അതായത് മൊത്തത്തിൽ പറഞ്ഞ സ്മാക്ക് ഡൗൺ എപ്പിസോഡ് ഇപ്പോൾ അത്രയ്ക്ക് സെറ്റായിട്ട് പോകുന്നില്ല. 1-2 എപ്പിസോഡൊക്കെ നന്നാവുന്നുണ്ട് എങ്കിലും ചില എപ്പിസോഡൊക്കെ ഭയങ്കര വലിച്ചിലാണ്. അപ്പോൾ ഇതിന്റെ പ്രധാന കാരണം സ്മാക്ക് ഡൗൺ എപ്പിസോഡ് 3 മണിക്കൂർ ആക്കിയത് കൊണ്ടാണ്. ഇപ്പോൾ ഈ ഒരു സംഭവത്തിനെതിരെ വളരെയധികം വിമർശനം വരുന്നുണ്ട്. അപ്പോൾ ഈ ഒരു വിമർശനം എന്ന് പറയുന്നത് ഇതിനെ എതിർത്തുകൊണ്ടാണ്. അതായത് സ്മാക്ക് ഡൗൺ വീണ്ടും പഴയതുപോലെ 2 മണിക്കൂർ ഷോ ആക്കി ടെലികാസ്റ്റ് ചെയ്യണം എന്നാണ് ആ ഒരു വിമർശനത്തിൽ പറയുന്നത്. അപ്പോൾ ഇത് WWE ഫാൻസ് മാത്രമല്ല പറയുന്നത്, WWEയുടെ ബാക്ക് സ്റ്റേജിൽ വർക്ക് ചെയ്യുന്നവർക്കും ഇത് ഒട്ടും ഇഷ്ടമായിട്ടില്ല. അതായത് സ്മാക്ക് ഡൗൺ 3 മണിക്കൂറാക്കി ടെലികാസ്റ്റ് ചെയ്യുന്നത് അവർക്ക് ഒട്ടും താല്പര്യമായിട്ടില്ല. അതായത് സ്മാക്ക് ഡൗൺ 3 മണിക്കൂറാക്കിയപ്പോൾ സ്മാക്ക് ഡൗണിന്റെ ആ ഒരു വില തന്നെ പോയി എന്നാണ് അവരുടെ അവകാശവാദം. അപ്പോൾ WWE ജോലിക്കാർ തന്നെയാണ് ഇത് പറയുന്നത്. അതായത് 3 മണിക്കൂർ സ്മാക്ക് ഡൗണിനേക്കാൾ നല്ലത് 2 മണിക്കൂർ സ്മാക്ക് ഡൗൺ ആണ് എന്ന്. അപ്പോൾ നിങ്ങൾക്കൊരു ഡൗട്ട് ഉണ്ടാകും, റോ എപ്പിസോഡ് എന്തുകൊണ്ടാണ് നമ്മൾ 3 മണിക്കൂർ കാണുമ്പോൾ ഇതുപോലെയൊന്നും ചിന്തിക്കാത്തത് എന്ന്. അതിന്റെ കാരണം റോ എപ്പിസോഡിൽ നിറയെ റെസ്ലേഴ്സ് ഉണ്ട്. അതുപോലെ റോ എപ്പിസോഡ് ഒരുപാട് വർഷം മുൻപേ തന്നെ 3 മണിക്കൂർ ഷോയാണ് WWE ടെലികാസ്റ്റ് ചെയ്തത്. സ്മാക്ക് ഡൗൺ എപ്പോഴും 2 മണിക്കൂർ. അപ്പോൾ ഈ ഒരു ടൈപ്പിൽ പോയതുകൊണ്ട് തന്നെ റോ എപ്പിസോഡ് അല്പം മോശം ഷോ ആണെങ്കിലും നമ്മൾ അത് കണ്ടിരിക്കും. നോക്കാം ഇനി ഒരു സ്മാക്ക് ഡൗൺ എപ്പിസോഡ് വീണ്ടും 2 മണിക്കൂർ ഷോയാക്കി നടത്തുമോ എന്ന്. 2 മണിക്കൂറാക്കിയാൽ സ്മാക്ക് ഡൗൺ വീണ്ടും സെറ്റ് ആവും. ഇപ്പോൾ 1-2 എപ്പിസോഡൊക്കെ നന്നാവുന്നുണ്ടെങ്കിലും മിക്ക എപ്പിസോഡുകളിലും വലിച്ചിലാണ്. അത് നിങ്ങൾക്കും തോന്നിയോ എന്നൊക്കെ കമന്റ് ചെയ്യാം. എന്തായാലും അവരുടെ ബാക്ക് സ്റ്റേജിൽ നിന്നും തന്നെയാണ് ഇത്തരത്തിൽ വിമർശനങ്ങളൊക്കെ വന്നിട്ടുള്ളത്. ഇനി ജോൺ സീന വില്ലനായി മാറിയ കാര്യത്തെപ്പറ്റി പറയാം. അപ്പോൾ ഇതിനിടയ്ക്ക് നമ്മളാരും ശ്രദ്ധിക്കാതെ പോയ ഒരു കാര്യമുണ്ട്. അതായത് 2024 നടന്ന ബാഡ് ബ്ലഡ് സ്പെഷ്യൽസിൽ റോമൻ റെയിൻസും കോഡി റോഡ്സും റിങ്ങിൽ നിൽക്കുന്ന സമയത്ത് റോക്ക് അവിടെ വന്നുകൊണ്ട് കൈ കൊണ്ടൊരു സിഗ്നൽ റോക്ക് കാണിച്ചിരുന്നു, 1 2 3 എന്ന് പറഞ്ഞുകൊണ്ട്. അതിനുശേഷം ഇന്നലെ എലിമിനേഷൻ ചേംബറിലും റോക്ക് അതുപോലെയുള്ളൊരു സിഗ്നൽ കാണിച്ചു. പക്ഷെ ഇപ്രാവശ്യം കാണിച്ചപ്പോൾ 1 2 3 എന്ന് വന്നില്ല, 1 2 എന്നാണ് ആ ഒരു സിഗ്നലിൽ റോക്ക് കാണിച്ചത് കൈകൊണ്ട്. അതായത് ജോൺ സീന ഹീൽ ടേൺ ചെയ്യുന്നതിന് മുൻപ്, കോഡി റോഡ്സിനെ അറ്റാക്ക് ചെയ്യുന്നതിനേക്കാൾ മുൻപാണ് റോക്ക് ഈ ഒരു സിഗ്നൽ കാണിച്ചത്, 1 2 എന്ന് പറഞ്ഞുകൊണ്ട്. അപ്പോൾ ഇത് വെച്ചിട്ട് ഫാൻസ് കുറച്ച് തിയറികളും കാര്യങ്ങളുമായിട്ട് മുന്നോട്ട് വരുന്നുണ്ട്. അപ്പോൾ ഇതിൽ ആളുകൾ പ്രധാനമായിട്ടും എടുത്തു കാണിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, ബാഡ് ബ്ലഡിൽ റോക്ക് വന്ന സമയത്ത് കൈ കൊണ്ട് 3 എന്ന് കാണിച്ചു, എലിമിനേഷൻ ചേംബറിൽ വന്ന സമയത്ത് കൈ കൊണ്ട് 2 എന്നാണ് കാണിച്ചത്. അപ്പോൾ ഇതിൽ നമ്മൾക്ക് പ്രധാനമായിട്ടും മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യം, സീനയും റോക്കും പ്രധാനമായിട്ട് 3 പേരെയാണ് ലക്ഷ്യമിട്ടിട്ടുള്ളത്. അതിൽ ഒരാളായിരുന്നു കോഡി റോഡ്സ്. അപ്പോൾ കോഡി റോഡ്സിനെ ഇന്നലെ ജോൺ സീന റോക്ക് ചേർന്ന് അറ്റാക്ക് ചെയ്തു. അപ്പോൾ കോഡി റോഡ്സ് ആ ലിസ്റ്റിൽ നിന്നും മാറി. അതുകൊണ്ടാണ് റോക്ക് കൈ കൊണ്ട് 2 എന്ന് കാണിച്ചിട്ടുള്ളത്. അതായത് ഇനി ഇവർക്ക് 2 ശത്രുക്കൾ കൂടിയുണ്ട്, അങ്ങനെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അപ്പോൾ ബാക്കി 2 പേര്, അതായത് സീനയും റോക്കും ഇനി അറ്റാക്ക് ചെയ്യാൻ സാധ്യതയുള്ള 2 പേര് ആരാണ് എന്ന് നോക്കുന്ന സമയത്ത്, അല്ലെങ്കിൽ ഇവർക്ക് ഭാവിയിൽ ഫ്യൂഡ് വരാൻ സാധ്യതയുള്ള 2 പേര് ആരാണ് എന്ന് നോക്കുന്ന സമയത്ത് അതിൽ ഒരാളെന്തായാലും റോമൻ റെയിൻസ് ആണ് എന്ന് നമുക്ക് പറയാൻ സാധിക്കും. കാരണം റോക്കുമായിട്ടും സീനയുമായിട്ട് വളരെയധികം ഹിസ്റ്ററിയുള്ള ഒരാളാണ് റോമൻ. കാരണം സീനയ്ക്ക് ശേഷം WWE ഏറ്റവും വലിയൊരു ഫേസ് ആയിരുന്നു റോമൻ റെയിൻസ്.
ഇവർക്ക് തമ്മിൽ ഒരുപാട് ഫ്യൂഡും നടന്നിട്ടുണ്ട്. അപ്പോൾ അതിലൊക്കെ മൈ സ്കില്ല് കൊണ്ട് ഏറ്റവും മികച്ചു നിന്നത് ജോൺ സീനയായിരുന്നുവെങ്കിലും റോമൻ റെയിൻസ് ആണ് 2 മാച്ചിലും വിജയിച്ചത്. അപ്പോൾ ഇവർക്കിങ്ങനെ ഒരു ഹിസ്റ്ററി കിടപ്പുണ്ട്. ജോൺ സീന, റോമൻ റെയിൻസ്, ഇവർക്ക് 2 പേർക്കും. അതുപോലെ റോക്ക് റോമൻ റെയിൻസുമായിട്ടുള്ള ഹിസ്റ്ററി നമ്മൾക്ക് പറയേണ്ട ആവശ്യമില്ല. കാരണം ബ്ലഡ് ലൈനുമായിട്ടുള്ള സ്റ്റോറി ലൈനിൽ ഇവർക്ക് തമ്മിൽ ഓൾറെഡി ഒരു സ്റ്റോറി കിടപ്പുണ്ട്. അപ്പോൾ അടുത്തതായിട്ട് ഇവർ ഏറ്റവും കൂടുതൽ അറ്റാക്ക് ചെയ്യാൻ സാധ്യതയുള്ളത് റോമൻ റെയിൻസിനെ തന്നെയായിരിക്കും. ഇനി റോമൻ റെയിൻസും കോഡി റോഡ്സും കൂടാതെ ഇവർ അറ്റാക്ക് ചെയ്യാൻ സാധ്യതയുള്ള മറ്റൊരു റെസ്ലർ അല്ലെങ്കിൽ ഫ്യൂഡ് വരാൻ സാധ്യതയുള്ള മറ്റൊരു റെസ്ലറാണ്. അത് മറ്റാരുമല്ല, നമ്മുടെ CM Punk ആണ്. കാരണം ഇവർക്ക് 3 പേർക്കും, അതായത് റോക്ക്, സീന, CM Punk, ഇവർക്ക് വലിയ രീതിയിലുള്ള ഒരു ഹിസ്റ്ററി തന്നെയുണ്ട്. ഇതിൽ സീന, CM Punk ഇവരുടെ ഹിസ്റ്ററി നമ്മൾക്കറിയാവുന്നതാണ്. അതായത് സീന ഫേസ് ഓഫ് ദി കമ്പനി ആയിരുന്ന സമയത്ത് CM Punk സീനയല്ല ഫേസ് ഓഫ് ദി കമ്പനി, ഞാനാണ് ഫേസ് ഓഫ് ദി കമ്പനി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇവർക്ക് തമ്മിൽ വലിയ ഫ്യൂഡൊക്കെ മുൻപ് നടന്നിട്ടുണ്ട്. അതുപോലെ റിയൽ ലൈഫിലും ഇവർക്ക് തമ്മിൽ ഒരുപാട് പ്രശ്നങ്ങളും കാര്യങ്ങളെല്ലാം സംഭവിച്ചിട്ടുണ്ട്. അതുപോലെ റോക്കും CM Punkും തമ്മിൽ ഒരു വലിയ ഹിസ്റ്ററി ഉണ്ട്. അതായത് 2013 റെസൽമേനിയയിലൊക്കെ മെയിൻ ഇവന്റ് ചെയ്യാനിരുന്നത് CM Punk ആയിരുന്നു. പക്ഷെ അതെല്ലാം തട്ടിമാറ്റിക്കൊണ്ടാണ് 2 റെസൽമേനിയയിലും, അതായത് 2013ഉം 2014ലും റോക്ക് ജോൺ സീന മെയിൻ ഇവന്റ് ചെയ്തത് റെസൽമേനിയയിൽ. അപ്പൊ അതുമായിട്ട് ബന്ധപ്പെട്ട് സീന, റോക്ക്, CM Punk ഇവർക്ക് വലിയ രീതിയിലുള്ള പ്രശ്നങ്ങളുണ്ട്. അപ്പൊ അതുകൊണ്ട് CM Punkനെ ജോൺ സീന, റോക്ക് അറ്റാക്ക് ചെയ്യാനുള്ള ചാൻസ് കൂടുതലാണ്. അല്ലെങ്കിൽ ഇവർ അറ്റാക്ക് ചെയ്യാൻ പോകുന്ന ആ ഒരു മറ്റൊരാൾ എന്തായാലും CM Punk ആയിരിക്കും. ഇനി ഇതുമായിട്ട് ബന്ധപ്പെട്ട് മറ്റൊരു ഫാൻ തിയറി അല്ലെങ്കിൽ പ്രൊഡിക്ഷനും കൂടി വരുന്നുണ്ട്. അതായത് ബാഡ് ബ്ലഡ് സ്പെഷ്യൽസിൽ റോക്ക് 3 എന്ന് കാണിച്ചു, ഇന്നലെ എലിമിനേഷൻ ചേംബറിൽ 2 എന്ന് കാണിച്ചു. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് ഇവരൊരു ഫാക്ഷൻ രൂപീകരിക്കാൻ പോവാണ് എന്നുള്ളതും അതിൽ 3ാമത്തെ മെമ്പറാണ് ദ റോക്ക്. ഇന്നലെ എലിമിനേഷൻ ചേംബറിൽ 2ാമത്തെ മെമ്പറായിട്ട് ജോൺ സീനയും ആഡായി. അപ്പോൾ അതിൻ്റെ ഒരു സൂചന എന്നോളമായിരിക്കാം റോക്ക് 2 എന്ന് കാണിച്ചത്. അതായത് റോക്ക് ഒരു ടീം ക്രിയേറ്റ് ചെയ്ത് അതിൽ ജോൺ സീന, റോക്ക് ആഡ് ആവുന്നു. അപ്പം അങ്ങനെയാണെങ്കിൽ ഒരാൾ കൂടി ഇനി ഇവരുടെ ടീമിൽ ജോയിൻ ചെയ്യാനായിട്ടുണ്ട്. അപ്പോൾ അതിനിപ്പോൾ കൂടുതൽ സാധ്യതയായിട്ട് ഫാൻസ് എല്ലാം പറയുന്നത് CM Punkന്റെ പേരാണ്. അപ്പോൾ അത് 100% നടക്കും എന്നല്ല, ഫാൻസിൻ്റെ ഒരു പ്രഡിക്ഷനാണ് ഇത്. കാരണം അങ്ങോട്ടും ഇങ്ങോട്ടും കണക്ഷനുള്ള, അതുപോലെ തന്നെ പരസ്പരം ഒന്നിക്കുമെന്ന് പ്രതീക്ഷിക്കാത്ത ആളുകൾ തന്നെയാണ് ഇവർ 3 പേര്. അതായത് റോക്ക്, സീന, CM Punk. ഇതിലിപ്പോൾ റോക്ക്, സീനയും ഒന്നിച്ചു. അപ്പോൾ മറ്റേത് CM Punk ആയിരിക്കാം എന്ന് ഫാൻസിൻ്റെ ഒരു പ്രഡിക്ഷൻ ഉണ്ട്. അതുകൊണ്ട് തന്നെ 1ാമത്തെ മെമ്പറായിട്ട് CM Punk ഈ ഒരു ടീമിൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ ഇവരൊരു ഹീൽ ഫാക്ഷനായിട്ട് മുന്നോട്ട് പോയാൽ അതൊരു രക്ഷയില്ലാത്ത സ്റ്റോറി ലൈനായിരിക്കും, പ്രത്യേകിച്ച് ജോൺ സീനയുടെ ലാസ്റ്റ് റണ്ണിൽ. അപ്പോൾ ഇത്തരത്തിലുള്ളൊരു ഫാൻ തിയറിയും കറങ്ങി നടപ്പുണ്ട്. അതുകൊണ്ടാണ് അതും ഇവിടെ പറഞ്ഞത്. അതുകൂടാതെ സീന ഇനി എങ്ങനെയാണ് ഒരു ഹീലായിട്ട് മുന്നോട്ട് പോവുക എന്നുള്ളതും കൂടിയും നമ്മൾക്ക് നോക്കാം. ഇതിൽ പ്രധാനമായിട്ടും പറയാൻ സാധിക്കുന്നത് സീന റെസൽമേനിയയിൽ കോഡിയെ തോൽപ്പിച്ച് റോക്കിന്റെ കൂടെ ചേർന്ന് ഒരു ഹീൽ ചാമ്പ്യൻ ആവുന്നു. പിന്നീട് അങ്ങോട്ടുള്ള ഫുൾ റണ്ണിൽ ജോൺ സീന ഒരു ഹീൽ ചാമ്പ്യനായിട്ട് മുന്നോട്ട് പോകും. അതായത് അധികം ഷോയിലൊന്നും വരാതെ വല്ലപ്പോഴും ഒരു മാച്ചൊക്കെ ചെയ്ത് ജോൺ സീനയ്ക്ക് ഇഷ്ടമുള്ള മാച്ച് മാത്രം ചെയ്തുകൊണ്ട് ഫാൻസ് സീന വെറുപ്പിച്ച് നടക്കുന്ന ഒരു ചാമ്പ്യനായിട്ട് ഇനി നമ്മൾക്ക് സീനയെ കാണാൻ സാധിക്കൂ. അതുപോലെ തന്നെ നടക്കുന്ന ചാമ്പ്യൻഷിപ്പ് മാച്ചുകളിൽ റോക്ക് അല്ലെങ്കിൽ റോക്ക് ഏർപ്പെടുത്തുന്ന ആളുകളുടെ സഹായത്തോട് കൂടിയിട്ടായിരിക്കും ജോൺ സീന ചാമ്പ്യൻഷിപ്പ് മാച്ച് വിൻ ചെയ്ത് മുന്നോട്ട് പോവുക. അതുപോലെ പ്രൊമോയിലൂടെ മറ്റുള്ള റെസ്ലേഴ്സിനെ ഭയങ്കരമായും അറ്റാക്ക് ചെയ്യുന്ന ജോൺ സീനയെ ആയിരിക്കും നമ്മൾക്ക് കാണാൻ സാധിക്കുക. അപ്പം അങ്ങനെ പോയി സീനയുടെ അവസാനത്തെ മാച്ച് ഒന്നല്ലെങ്കിൽ ചിലപ്പോൾ കോഡി അല്ലെങ്കിൽ മറ്റേതെങ്കിലും വലിയ ഫേസ് റെസ്ലറോ സീനയുടെ കയ്യിൽ നിന്നും ആ ചാമ്പ്യൻഷിപ്പ് വാങ്ങിച്ച് സീന റിട്ടയർ ചെയ്യുന്നത് പോലെ കാണിച്ചേക്കാം. അല്ലെങ്കിൽ സംഭവിക്കാൻ സാധ്യതയുള്ള വേറെ കാര്യം എന്ന് പറയുന്നത് സീന ഒരു ഫേസ് ആവുക എന്നുള്ളതാണ്. അതായത് റോക്കിന്റെ അണ്ടറിൽ ഇങ്ങനെ മുന്നോട്ട് പോയി ഒരു പോയിന്റിൽ റോക്ക് തന്നെ ഉപയോഗിക്കുകയാണ് എന്നുള്ളത് മനസ്സിലാക്കുന്ന സീന റോക്കിനെ അറ്റാക്ക് ചെയ്തുകൊണ്ട് വീണ്ടും ഫേസായി മാറുന്ന ഒരു സെഗ്മെന്റ് കൂടി ഇവർ ചിലപ്പോൾ ഭാവിയിൽ പ്ലാൻ ചെയ്തേക്കാം. അപ്പോൾ അങ്ങനെ പ്ലാൻ ചെയ്യുകയാണെങ്കിലും അതൊരു അടിപൊളി സെഗ്മെന്റ് തന്നെയായിരിക്കും, ഒരു രക്ഷയില്ലാത്ത സെഗ്മെന്റ് ആയിരിക്കും അത്. അപ്പോൾ ഇങ്ങനെ സെഗ്മെന്റ് നടന്നതിന് ശേഷം, അതായത് റോക്കിനെയൊക്കെ അറ്റാക്ക് ചെയ്ത് ജോൺ സീന ഫേസ് ആയതിനു ശേഷം 70 ടൈം ചാമ്പ്യൻ വിൻ ചെയ്യുകയാണെങ്കിൽ, അതായത് റോക്കിനെതിരെ തിരിഞ്ഞുകൊണ്ട് ജോൺ സീന ചാമ്പ്യൻഷിപ്പ് വിൻ ചെയ്യുകയാണെങ്കിൽ വേറെ ലെവൽ സംഭവം തന്നെയായിരിക്കും. റോക്കിനെ അറ്റാക്ക് ചെയ്ത് ഫേസ് ആയതിനു ശേഷം ചാമ്പ്യൻഷിപ്പ് വിൻ ചെയ്യുകയാണെങ്കിൽ. ഇനി അവസാനമായിട്ട് ഇവർക്ക് സ്റ്റോറി നടക്കുന്ന സമയത്ത് നടക്കാൻ സാധ്യതയുള്ള ഒരു കാര്യം കൂടി, അല്ലെങ്കിൽ ഫാൻസ് പറയുന്ന ഒരു കാര്യം കൂടി പറഞ്ഞിട്ട് വീഡിയോ അവസാനിപ്പിക്കാം. അതായത് ജോൺ സീന, കോഡി റോഡ്സ്, റോക്ക് ഇവർക്ക് സ്റ്റോറി നടക്കുന്ന സമയത്ത് കോഡി റോഡ്സിന്റെ മുൻ ശത്രുവായിരുന്ന
റോമൻ റെയിൻസ് അവിടെ വരാനുള്ള ചാൻസ് വളരെയധികം കൂടുതലാണ്. അപ്പോൾ ഇങ്ങനൊരു സാധ്യത പറയുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ഭാവിയിൽ ഇവർക്ക് തമ്മിലുള്ള ഒരു ടാഗ് ടീം മാച്ചും നമ്മൾക്ക് കാണാൻ സാധിക്കും. ജോൺ സീന, റോക്ക് വേഴ്സസ് കോഡി റോഡ്സ് ആൻഡ് റോമൻ റെയിൻസ്, ഇങ്ങനെ ഒരു ടാഗ് ടീം മാച്ച് ഭാവിയിൽ നമ്മൾക്ക് ചിലപ്പോൾ കാണാൻ സാധിച്ചേക്കാം. അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു ബിഗ് മണി മാച്ചസ് ഒക്കെയാണ് സീന ഇപ്പോൾ ഹീലായ സമയത്ത് വളരെയധികം സാധ്യതകളാണ് കാണുന്നത്. അപ്പോൾ എന്തൊക്കെയാണ് സംഭവിക്കാൻ പോകുന്നത് എന്നൊക്കെ നമ്മൾക്ക് നോക്കിക്കാണാം. ഇതിപ്പോൾ ഫാൻസിന്റെ ചില തിയറികള് കാര്യങ്ങള് എല്ലാം വെച്ചാണ് ഈ വീഡിയോ നമ്മൾ ചെയ്തിട്ടുള്ളത്. വീഡിയോനെ പറ്റിയിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായം കമന്റ് ചെയ്യുക. പിന്നെ മാക്സിമം ലൈക്കൊക്കെ അടിച്ച് സപ്പോർട്ട് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി കാണുന്നത് വരെ ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.